ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് റുട്ടീൻ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. സാധാരണ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്ന ദിവസം മാക്സിമം പ്ലാൻ ചെയ്ത് അത്രയും ചെയ്തു തീർക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് രാവിലെ കുറച്ചധികം നേരത്തെ എഴുന്നേറ്റൊരു ദിവസമായിരുന്നു. ഒരു 4:30 ഒക്കെ ആയപ്പോഴേ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് എഴുന്നേക്കലൊക്കെ വളരെ കുറവാണ്. അപ്പം ഇന്ന് എനിക്ക് മോനെ നേരത്തെ സ്കൂളിൽ കൊണ്ടുവിടാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അപ്പോൾ ആ സമയത്ത് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ ഒരു ചായ കുടിയും കാര്യങ്ങളും എല്ലാം അപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ അടുത്ത ജോലിയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇന്ന് ദോശയും സാമ്പാറും ഒക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവ് കാര്യങ്ങളെല്ലാം ഞാൻ തലേ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തെല്ലാം എടുത്ത് തണുപ്പ് മാറാനായിട്ട് ഞാൻ വെച്ചു. പിന്നെ ഞാൻ കട്ടൻ ഇങ്ങനെയാണ് ഇടാറ് കേട്ടോ. എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനും മോളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഓരോ കട്ടനും കൂടി അങ്ങ് ഇട്ടു. പിന്നെ രാവിലെ സാമ്പാറിന് ഉള്ളി സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ കുട്ടികൾ ഉള്ളിയൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എൻ്റെ മക്കൾക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം അതറിയാതെ അവരുടെ വയറ്റിലോട്ട് പൊക്കോളും. പിന്നെ നമ്മൾ ഈ പാക്കറ്റിൽ മേടിക്കുന്ന മാവ് ഞാൻ വളരെ റയറായിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ കേട്ടോ. പുറത്തുനിന്ന് ഇതുപോലെ അധികം പുളിയില്ലാത്തത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാത്ത മാവ് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ലത്. അതല്ലെങ്കിൽ വേറൊരു എനിക്കതിൻ്റെ പുളിപ്പ് കൂടുതലായി പോകുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കാരണം കൊണ്ട് അധികം മാവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മെയ്ഡും കൂടി വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി നമുക്ക് കുറച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് അതിൻ്റെ കുറച്ചും കൂടി തണുപ്പ് വിടാനായിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കുന്ന ആ ടൈമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ നിറയെ ഉള്ളി എടുത്തു, ഒരു പച്ചമുളകും പിന്നെ ഒരു തക്കാളി കൂടി ഇട്ടു. അധികം പച്ചക്കറികൾ ഇടാത്തതാണ് കേട്ടോ ഉള്ളി സാമ്പാറിന് നല്ലത്. ഇതെല്ലാം ഞാൻ വാഷ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. എന്നാലും എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മല്ലിയും മുളകും കാര്യങ്ങളും എല്ലാം ചൂടാക്കിയിട്ട് നമുക്ക് വെക്കാറുണ്ട്. ഞാൻ വെക്കാറുണ്ട് ഇവിടെ. പക്ഷേ എന്താ പറയുക, ഇന്ന് ഞാൻ സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സാമ്പാർ വയ്ക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേഗം പണി തീരുമല്ലോ. ഇപ്പം പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂടെ സാമ്പാർ പൊടി ഇടുന്നത് കൊണ്ട് ഞാൻ കായം ഇടുന്നില്ല, അതിനകത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പരിപ്പ് വേവിക്കുന്നതിൻ്റെ ഒപ്പം കുറച്ചും കൂടി കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കായപ്പൊടിയോ അല്ലെങ്കിൽ കായം വറുത്ത് പൊടിച്ചതോ ഒക്കെ നമ്മൾ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. സാമ്പാറിന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ അപ്പുറത്ത് പോയിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു. ഞങ്ങളുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ മാറ്റി നിർത്താത്ത അല്ലെങ്കിൽ മിക്ക ദിവസവും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് മുട്ട പുഴുങ്ങിയത്. അപ്പം അത് വെച്ചു. പിന്നെ സാമ്പാറിന് വേണ്ട കഷ്ണം ആകെക്കൂടി ഒരു തക്കാളിയാണ് ഞാൻ ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അധികം വിഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഒരുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് തന്നെ ഇതിനും ബാക്കി എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് തന്നെ ലഞ്ചിനും എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കഷ്ണങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ളൂ, ഇപ്പോൾ മുരിങ്ങക്കോല് ഇഷ്ടമാണെങ്കിൽ അത് ഇടാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്യാരറ്റോ മത്തങ്ങയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം കേട്ടോ. ഞാനുണ്ടല്ലോ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാട്ടോ ചെയ്യാറ്. ഒരു സൈഡിൽ കറി ഉണ്ടാക്കുമ്പം അപ്പുറത്തെ സൈഡിൽ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കും. പിന്നെ വേറെ അതിന് വേണ്ട അടുത്തടുത്ത കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കും. എനിക്കങ്ങനെ വേഗം സ്പീഡിൽ ചെയ്ത് തീർക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. കിവിയും ഓറഞ്ചും ആയിരുന്നു. ഈ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം എടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. നമ്മുടെ പരിപ്പെല്ലാം വെന്ത് റെഡിയായി. പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പോ വേറെ കാര്യങ്ങളോ ഒന്നും ചേർക്കാറില്ല, അത് തന്നെയാണ് വേവിച്ചെടുക്കാറ്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, ഒറ്റ വിസിൽ കൊണ്ടൊക്കെ തന്നെ. എടുത്തു വെച്ച സാധനങ്ങളെല്ലാം ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട്
അത് ഒരു വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. അത് ഉള്ളി അങ്ങനെ ഒരുപാട് വെന്ത് പോവാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ തക്കാളി നന്നായിട്ട് വെന്തുടയുകയും വേണം. അപ്പോൾ അതിനൊരു ഒറ്റ വിസിൽ വെച്ചാൽ മതി നമുക്ക്. നല്ലതുപോലെ അതിൻ്റെ കറക്റ്റ് അത് ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്തങ്ങ് വെച്ചേക്കുക. പിന്നെ തണുപ്പ് അതിൻ്റെ എയർ കംപ്ലീറ്റ് മാറിക്കഴിയുമ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ഇതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു പ്രോൺസ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കണ്ടു, കുറേ പേര് അത് ചെയ്തു നോക്കി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജുകൾ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടതിൽ. ഇത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ റെസിപ്പി. ഞാൻ പിന്നെ അത് തണുപ്പ് മാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരിടയ്ക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അപ്പോഴത്തേനും മുട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഐസിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് എളുപ്പത്തിന് പൊളിച്ചെടുക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ എയറെല്ലാം കളഞ്ഞ് ഇത് കണ്ടോ, ഇങ്ങനെ ഉള്ളി നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് കടുക് പൊട്ടിച്ചാൽ മതി. കടുക് പൊട്ടിക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ അകത്ത് പൊടി ഞാൻ വളരെ കുറവാണ് ചേർത്തിരുന്നത്, സാമ്പാർ പൊടിയെ. അപ്പം ബാക്കിയുള്ള ഐറ്റംസുകൾ മല്ലിയില അരിഞ്ഞത് കുറച്ച്, പിന്നെ ഇത് പുളിയുടെ പേസ്റ്റാണ് കേട്ടോ, നമ്മൾ വാളംപുളിയില്ലേ അതിൻ്റെ പേസ്റ്റ് ആണ് ഞാൻ ചേർത്തത്. കടുക് പൊട്ടിക്കാൻ വേറെ വെളിച്ചെണ്ണ ഒഴിക്കുക, നമ്മൾ കടുക് ഇടുക, വറ്റൽമുളക് ഇടുക, അതിനകത്തോട്ട് കുറച്ച് സാമ്പാർ പൊടി ചേർക്കും കേട്ടോ. ഈ സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മൾ കടുക് താളിക്കുമ്പം ഭയങ്കര ടേസ്റ്റ് കൂടും കേട്ടോ സാമ്പാറിന്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. കഷ്ണം വേവിക്കുമ്പോൾ നമ്മളങ്ങനെ അധികം ഞാൻ സാമ്പാർ പൊടി ഇടാറില്ല, കുറച്ച് ഇടാറുള്ളൂ. ഇങ്ങനെ കടുക് താളിച്ചിട്ടാണ് കൂടുതലും ഇടാറ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് തന്നെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസും കാര്യങ്ങളും എല്ലാം റെഡിയായി. ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. കുറച്ച് ക്ലീനിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ പണികളെല്ലാം നേരത്തെ ഒതുക്കി വിടണം. എൻ്റെ കുഷൻ കവേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ യൂസ് ചെയ്ത പാനും കാര്യങ്ങളും എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് പോയി കേട്ടോ. അതെല്ലാം അപ്പോഴേ ചൂടെല്ലാം ആറി ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞ് ചൂടിന് പാത്രങ്ങൾ കഴുകി എടുക്കരുത്, അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് പോവുകയുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗവും എല്ലാം എല്ലാ ദിവസവും നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം കറക്റ്റായിട്ട് നമ്മൾ വാഷ് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം നമുക്ക് കുറച്ചും കൂടിയും നാൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പുതിയതുപോലെ തന്നെ ഇരിക്കും. നമ്മളിപ്പോൾ എണ്ണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം പാത്രത്തിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മൾ കറി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കുമ്പോഴോ ഒക്കെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അത് നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതെ നമ്മൾ എടുത്ത് വെക്കുമ്പോഴാണ് പിന്നെയും അത് അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി കരിഞ്ഞ് അതിൽ പിന്നെയും നമുക്കത് കഴുകിയാൽ വൃത്തിയായിട്ട് പോകാത്ത മാതിരി ഇരിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന അപ്പം തന്നെ നമ്മൾ ഇതുപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. ഞാൻ ഈ പാത്രത്തിൻ്റെ ലിങ്ക് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചവരുണ്ട്, അവർക്ക് വേണ്ടി ഞാനത് ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ ഇത് ഒരു സ്റ്റീൽ വൂൾ വെച്ചിട്ടാട്ടോ ഞാൻ ഈ പാത്രത്തിൻ്റെ പുറം ഭാഗം അധികം അമർത്തി കഴുകരുത്,
നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ തുടച്ച് വേറെ പാത്രങ്ങളുടെ കൂടെ ഇട്ട് ഇങ്ങനെ ഇതാക്കാതെ നമ്മൾ എടുത്ത് അപ്പം തന്നെ മാറ്റി നമ്മൾ വയ്ക്കുക. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളും എല്ലാം വേഗം കഴുകി മാറ്റിയതിന് ശേഷം ഞാൻ ക്ലീനിങ്ങിലോട്ട് കയറി. ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോയത് ഡിഷ് വാഷറാണ്. അപ്പോൾ ഡിഷ് വാഷർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അതിങ്ങനെ അതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ സോപ്പിൻ്റെ ഒരു ഇതും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ടാബ്ലറ്റ്സാണ് യൂസ് ചെയ്യാറുള്ളത്. അതൊരെണ്ണം ഞാനിങ്ങനെ വെച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് 2 ചെറുനാരങ്ങ എടുത്തിട്ട് അതിൽ ഒരെണ്ണം നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാം അത് ഒരു പാത്രത്തിലോട്ട് ഡിഷ് വാഷർ സേഫ് ആയിട്ടുള്ള ബൗളിൽ വേണം വെക്കാനായിട്ട്. അതിൽ വെച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ ആ സ്പൂണൊക്കെ ഇട്ടിരുന്ന നമുക്കിടാൻ വെക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അത് ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ട് ഞാനത് ക്ലീൻ ആക്കാനായിട്ട് അത് ഓണാക്കി. ഞാനത് ഡ്രൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടിയും ഇത് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊപ്പം നമുക്ക് ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ OTG ഉള്ളത്. അപ്പം അതിൽ ഗ്രില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ ക്ലീൻ ആക്കി വെക്കും കേട്ടോ. അതുകൊണ്ട് എനിക്കത് അധികം ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതലും എനിക്ക് ക്ലീനിങ് വരുന്നത് ഓവനിലാണ് വരാറുള്ളത്. ഇത് മിക്ക ദിവസവും വീക്കിലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് വെച്ചിരുന്നതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്സ് ഞാനത് ചൂടാവാനായിട്ട് വെക്കും. അത് ഈ ഡിഷ് വാഷറും ഇതുമെല്ലാം അത് അതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് സ്റ്റൗവിൻ്റെ മോൾ ഭാഗം ഹുഡ് ആൻഡ് ഹോബിൽ ഹുഡ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളത് കാണില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും എണ്ണയിൽ വറക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ മുകളിൽ ഒന്നെങ്കിൽ അപ്പം തന്നെ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ ക്ലോത്തോ വെച്ചിട്ട് നമ്മൾ തുടച്ച എണ്ണയെല്ലാം നമ്മൾ മാറ്റി വിടണം. ഇങ്ങനെ മാറ്റി വിട്ടാലും അത് ക്ലീനൊന്നും ആകത്തൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒലിച്ചിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന പോലെയുള്ള അതൊക്കെ മാറിക്കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഡീപ്പ് ക്ലീനിങ് എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് അതെല്ലാം ഞാൻ ഊരിയെടുത്തു. ഇത് കണ്ടോ, നമ്മൾ പേപ്പർ കൊണ്ട് തുടച്ചാലും അത് ഫുള്ള് പോവില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പുറത്തെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് വെച്ചിട്ട് തുടച്ച് എടുക്കാം, ഓരോന്ന് വീതം. അതിൽ നല്ലത് നമുക്ക് വാഷ് ചെയ്ത് എടുക്കുന്നതാണ്. സമയമില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാൻ കുറച്ച് വിമ്മിൻ്റെ ലിക്വിഡ് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇങ്ങനെ അവിടെ കുറച്ച് ഞാനത് വർക്ക് ഏരിയയിലാണ് ക്ലീൻ ചെയ്യാറ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹീറ്റർ വർക്ക് ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിൽ വേണം അത് കഴുകിയെടുക്കാൻ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയിൽ ചെറുനാരങ്ങി പിന്നെ വിമ്മിൻ്റെ ലോഷനും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് അതിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് അത് കുറച്ച് നേരം വയ്ക്കുക. എന്നിട്ട് നമ്മളത് ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ അതിൻ്റെ ഇടയിലോട്ടൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എൻ്റെ കിച്ചണിൽ ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടാവും കേട്ടോ, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം വൃത്തിയാക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റൗണ്ട് ബ്രഷും ഉണ്ട്. അങ്ങനത്തെ ഒരു ബ്രഷ് നമ്മൾ കിച്ചണിൽ എന്തായാലും എല്ലാ കിച്ചണിലും വേണ്ടതാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ടും സിങ്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് വേണം കേട്ടോ. അല്ലെങ്കിൽ ഇതിലെല്ലാം കോറൽ വീഴാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം എന്നിട്ട് ഞാനത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിലാണ് ഇതെല്ലാം ഞാൻ ഇടുന്നത്. കാരണം ഓയിലിൻ്റെ അംശം നല്ലതുപോലെ ഉണ്ടാവും. അപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുമ്പം അത് നല്ലതുപോലെ അത് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് നല്ലതുപോലെ പോകും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഉണ്ടായിരുന്നത് കെറ്റിലിൽ കുറച്ച് വെള്ളം നിറച്ച് അതിനകത്തും ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഇട്ടിട്ട് ഞാനത് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. അത് തിളച്ച് വരുമ്പം അത് വൃത്തിയായി വരുവേ. ഇനിയിപ്പോൾ കിച്ചണിൻ്റെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഫിൽറ്റർ കാര്യങ്ങൾ എടുത്ത് ക്ലീൻ ആക്കാനായിട്ട് വെച്ചു കേട്ടോ. ബാക്കി കെറ്റിൽ ക്ലീൻ ആക്കാൻ വെച്ചു. നമ്മുടെ ഡിഷ് വാഷർ ക്ലീൻ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവനും ക്ലീൻ ആക്കാനായിട്ട് വെച്ചു. ഇനി നമുക്ക് നമ്മളുടെ ഈ അടുപ്പാണ് ക്ലീൻ ചെയ്യാനുള്ളത്, സ്റ്റൗവിൻ്റെ ഏരിയ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ലഞ്ചിന് കുക്ക് ചെയ്യാനുണ്ട്. അത് മുഴുവനും കുക്ക് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതാക്കാം. അല്ലെങ്കിൽ ചൂടാവുമ്പോൾ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സാധനങ്ങൾ മുഴുവനും എനിക്ക് ഈ ഒരു
സ്ലാബ് കാര്യങ്ങളെല്ലാം ഇന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഈ പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡ് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുക്കിംഗ് തീർക്കണം ഇവിടുത്തെ. അപ്പം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അധികമൊന്നുമില്ല, നമ്മൾ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയ കാരണം കൊണ്ട് അതുണ്ട് ലഞ്ചിന്. പിന്നെ ഒരു തോരനും വെക്കണം, ഒരു സാലഡ് ഉണ്ടാക്കണം, ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. പെട്ടെന്ന് തീരും പണി. അപ്പം അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ഒന്ന് കാലിയാക്കിയിട്ട് ബാക്കി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള എണ്ണ ഞാൻ ഒരു പാത്രത്തിൽ അപ്പുറത്ത് ചൂടാകാനായിട്ട് വെച്ചു കേട്ടോ. ഇപ്പുറത്ത് ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് ഒരു സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റി അതിലോട്ട് കാബേജ് അരിഞ്ഞ് വെച്ചതിട്ടു, ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടു ചിരണ്ടി വെച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ അത് നല്ലതുപോലെ അടച്ചു വെച്ച് ഇളക്കി ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്. കാബേജ് തോരൻ ഉണ്ടാക്കാനൊന്നും ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതൊരു 5 മിനിറ്റ് പോലും വേണ്ട. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേനും അപ്പുറത്ത് എണ്ണ നല്ലതുപോലെ ചൂടായി. ഞാൻ അതിലേക്ക് ചിക്കനെല്ലാം ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ എനിക്കുണ്ടായിരുന്നത് ഒരു സാലഡ് ഉണ്ടാക്കാനാണ്. അതിലേക്ക് 2 ടൈപ്പ് ക്യാപ്സിക്കം, പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് കുറവായിരുന്നു കേട്ടോ. കുറച്ച് ഒരു ടൊമാറ്റോ, പിന്നെ ടൊമാറ്റോ അല്ല, അത് ഈ ചെറിയ ടൊമാറ്റോ കേട്ടോ ഉണ്ടായിരുന്നത്. അത്, ക്യാപ്സിക്കം, ലെറ്റൂസ്, പിന്നെ എന്താണ് ചേർത്തിരുന്നത്, അത്രയാണ് ഞാൻ ചേർത്തത്. അത് വേഗം അതിൻ്റെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല. ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ചെറുനാരങ്ങ, പിന്നെ ഒരു കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക ചെയ്തത്. അതിൽ ഉപ്പ് ഞാൻ ഏറ്റവും ഒടുവിൽ കഴിക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ചേർത്തത്. അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ഞാൻ എന്താണ് പറയുക, കഴിക്കുന്ന ടൈമിലായിട്ടാണ് ഉപ്പ് ചേർത്തത്. ബാക്കി എല്ലാ ഡ്രസ്സിങ് കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയെടുത്ത് വെച്ചു. അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി. സാലഡ് റെഡിയായി, ചിക്കൻ ഫ്രൈ റെഡിയായി, ക്യാബേജ് തോരൻ, സാമ്പാർ ഒക്കെ റെഡിയായിട്ടുണ്ട്. അതെല്ലാം മാറ്റി ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചതിന് ശേഷം ഞാനൊന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. കാരണം രാവിലെ തുടങ്ങിയ ഒരു പണിയാണ്. അപ്പോൾ എനിക്ക് ഒരു ബ്രേക്ക് വേണം എന്ന് തോന്നി. അതുമാത്രമല്ല, നമ്മുടെ ഡിഷ് വാഷറും ഓവനും എല്ലാം അതിൻ്റെ ഒരു വർക്കിംഗ് ടൈം കഴിഞ്ഞ് അതൊന്ന് കുറച്ച് സമയം ഒന്ന് നമ്മൾ വെക്കണം, ഒന്ന് കൂളാവാനായിട്ട്. നമ്മളുടെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പം ഈ റൈസും കൂടി ഒന്ന് എടുത്ത് വെക്കാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് കാര്യമായിട്ട് അങ്ങ് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചത് അത്യാവശ്യം ഇത് കണ്ടോ, ആവിയൊക്കെ വന്ന് അത് നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. ഇതെടുത്ത് നമുക്ക് മാറ്റാവേ. ഇനി നമുക്ക് ഈ 2 സാധനം എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ആക്കാം. ഇത് ഞാനുണ്ടല്ലോ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിലധികം അഴുക്കില്ലാത്തത്. ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ലും വരും. നമ്മളുടെ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ അധികം അഴുക്കാകാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനാക്കി വെക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ആക്കണേ, അല്ലെങ്കിൽ ഇത് മൊത്തം പ്രശ്നമാവും. ഞാൻ പിന്നെ ഇവിടെ ഹാൻഡിലിൽ ഒരു ഇതിടും കേട്ടോ, നമുക്കിങ്ങനെ പിടിക്കാനായിട്ട് ഒരു ക്ലോത്ത് ഇടുവേ. അപ്പോൾ അത് എളുപ്പമാണ്. ഇവിടെ അങ്ങനെ അധികം ഇതിന് ഇങ്ങനെ പാടോ കോറലോ ഒന്നും വരില്ല. ഇനി നമുക്ക് ഈ ഒരു ഇത് കഴുകിയെടുക്കാനുണ്ട്. ഇതൊന്ന് നമുക്ക് കഴുകിയിട്ട്, ഞാനിപ്പോൾ ഇവിടെ കിച്ചൺ ഫുള്ള് മെസ്സായിട്ട് കിടക്കുകയാണ്. കാരണം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തതിൻ്റെ. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കഴുകി അതൊന്ന് ഉണക്കാനായിട്ട് വെക്കാമേ. ഇതൊക്കെ നമ്മളെല്ലാ ആഴ്ചയിലും ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ വളരെ എളുപ്പമാണ്. ഇപ്പം ഓവൻ ഞാൻ എല്ലാ ആഴ്ചയും ക്ലീൻ ആക്കാറുണ്ട്. ചുമ്മാ ജസ്റ്റ് ആണെങ്കിലും നമ്മളൊന്ന് തുടച്ച് വിടണം.
അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെല്ലാം ഭയങ്കരമായിട്ട് വൃത്തികേടാവും. നമ്മളെപ്പോഴും ഹീറ്റ് ചെയ്യുന്നതല്ലേ. അപ്പം അത് കാരണം കൊണ്ട് ഓക്കെ. ഇപ്പോൾ ഓവൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇത് കണ്ടോ, നമുക്കിത് തുറക്കുമ്പോൾ നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ഓറഞ്ച് മേടിക്കുമ്പം അതിൻ്റെ തൊലി കളയാതെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ടവലോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കുവാണെങ്കിലും ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ലുണ്ടാവുമേ. ഇനി നമ്മളുടെ കെറ്റിലിൻ്റെ കാര്യം എന്തായി നോക്കാം. ഇത് കണ്ടോ, കെറ്റിലിൻ്റെ അകം നമ്മൾ സോപ്പ് ഇട്ടിട്ടൊന്നും ഞാൻ കഴുകാറില്ല കേട്ടോ. ഞാൻ ഇതും ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒഴിക്കുവാണ്. ഇത് ജസ്റ്റ് ഞാനിങ്ങനെ, നമുക്ക് വേണമെങ്കിൽ ഇതിന് മാത്രം വേണമെങ്കിൽ ഒരു സ്പഞ്ച് വേറെ വയ്ക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ കഴുകിയെടുക്കാറാണ് പതിവ്. ക്ലീൻ ആയോ എന്നുള്ളത് നോക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ അധികം അഴുക്കൊന്നും അതിൻ്റെ ഉള്ളിൽ വരില്ല. ഇത് കെറ്റിലൊക്കെ ഞാൻ ഡെയിലി ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. ഇതിനെ പുറത്തോട്ട് ഒന്നും ഒരുപാട് വെള്ളം കോരി ഒഴിക്കണ്ടേ. എന്നിട്ട് നമുക്കിതും തുടച്ച് ഇനി ഞാൻ ഇവിടെ നിന്നുള്ള എല്ലാ ഐറ്റംസുകളും ഒന്ന് അങ്ങോട്ട് മാറ്റട്ടെ. നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഈ ഒരു സൈഡിൽ നിന്ന് തൊട്ട് ഇങ്ങനെ തുടയ്ക്കാൻ തുടങ്ങും. ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇവിടെ ലൈറ്റിങ് കുറച്ച് കുറവായ കാരണം കൊണ്ടാണ്. ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്. ഇതിപ്പം എൻ്റെ കൗണ്ടർ ടോപ്പ് വൈറ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള യെല്ലോ ഷെയ്ഡുകൾ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തിന്നർ വെച്ചിട്ട് അത് ക്ലീനാക്കി വിടും. തിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. നമ്മളുടെ ഈ ഓരോ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പം നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാവും അതിൻ്റെ പുറകിൽ. അതൊക്കെ നമുക്ക് കളയാനും ഗ്ലാസ്സൊക്കെ നല്ല ക്ലീനാക്കി വെക്കാനും ഒക്കെ നമുക്ക് ഇത് സാധനം യൂസ് ചെയ്യാം. സ്റ്റിക്കർ പോലെയുള്ളതൊക്കെ കളയാൻ കേട്ടോ, അല്ലാണ്ട് വാഷ് ചെയ്യാനല്ല. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇത് കണ്ടോ, തിന്നർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സ്ക്രാപ്പ് ക്ലോത്ത് ആണെന്ന് തോന്നുന്നു. ഇത് ഒരു ബനിയൻ ടൈപ്പ്. ഞാൻ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ പണിക്ക് വരുമ്പോൾ അവർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് മേടിച്ച് വെച്ചേക്കുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഇതിങ്ങനെ എടുക്കും. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലിലൊന്നും എടുക്കാതിരിക്കുന്ന കേട്ടോ നല്ലത്. നല്ല സ്മെല്ല് വരുവേ. അപ്പം ഇത് ഇവിടെയുണ്ട് ഒരു യെല്ലോ കളറ്. അവിടെ ഇങ്ങനെ നന്നായിട്ട് നമ്മളിങ്ങനെ, ഇതിപ്പോൾ ശരിക്കും വൈറ്റ് ക്ലോത്ത് ആയിരുന്നു എന്നുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. നമുക്ക് ടിഷ്യൂ പേപ്പറിൽ ചെയ്താലോ. നമുക്കിങ്ങനെ അഴുക്കുള്ള സ്ഥലത്ത് നമ്മൾ അവിടെ മാത്രം ഇങ്ങനെ ഒന്ന് ഉരച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ആ യെല്ലോ ഒക്കെ നല്ലതുപോലെ ഫുള്ള് പോകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനങ്ങനെ അധികം ആവാനായിട്ട് നിൽക്കാറില്ല. അതിന് മുമ്പേ തന്നെ ക്ലീനാക്കി വിടും. കുറേ കറയും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടും കേട്ടോ. ഇനി ഇത് ഇന്ന് മുകളിൽ നിന്നെല്ലാം മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ ചൂടുള്ള കാരണം കൊണ്ട് എൻ്റെ കൈ അറിയാതെ ഇത് കണ്ടോ എപ്പോഴും പൊള്ളിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അറിയാതെ തട്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ സൈഡിലെല്ലാം ക്ലീൻ ആക്കാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എൻ്റെ കുക്കിംഗ് എല്ലാം ഈ ഒരു ഏരിയയിലാണ് നടക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ നിന്ന് നല്ല പോലെ എണ്ണയുടെ ഒരു ഇത് വരും. എന്നിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ആക്കുന്നതാണ്. ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഇത് കണ്ടോ, അത് നമ്മൾ
ക്ലീനാക്കി വിടണം നല്ലതുപോലെ. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഇത് വെച്ചൊന്ന് ക്ലീനാക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണ വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് ക്ലീനാക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് ക്ലീനാക്കിയാലുണ്ടല്ലോ പെട്ടെന്ന് ക്ലീനായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കി ഫിൽറ്റർ കാര്യങ്ങളെല്ലാം അവിടെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് തുടച്ചിട്ട് നമുക്കത് വെക്കാം. നല്ലോണം ക്ലീനായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. ഇനി ഈ സ്റ്റൗവിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ കാണാണ്ട് അഴുക്കുണ്ടാകുക എന്നുള്ളത് കാണിച്ചു തരാം. ആ നൈഫ് ഒന്നിങ്ങ് എടുത്തൊന്ന്. ഇതുണ്ടോ, ഞാൻ ഈ ക്ലോത്ത് ഇങ്ങനെ ഈ നൈഫിൻ്റെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കും. കണ്ടോ, പഴയ വല്ല ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ടോ, നല്ല പോലെ അഴുക്കുണ്ടാവും കേട്ടോ. നമ്മൾ ഈ എണ്ണയും കാര്യങ്ങളും ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ ഇത് ആഴ്ചയിൽ ഞാൻ ചെയ്യുന്ന, എന്നിട്ടും ഇത്രയ്ക്കധികം അഴുക്കുണ്ട്. കണ്ടോ, മോൾ ഭാഗം നമ്മൾ കാണുന്ന ഭാഗങ്ങൾ നമ്മൾ പെട്ടെന്ന് വൃത്തിയാക്കി പോവുക. ഇതുപോലെയുള്ള ഏരിയകളാണ് അധികം ഇല്ല. നമ്മൾ കടുക് പൊട്ടിക്കുമ്പോഴും അതുമൊക്കെ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ പൊടി അഴുക്കുണ്ടാവും കേട്ടോ. നല്ലതുപോലെ ക്ലീനാക്കി വിടുക. ഇത് കണ്ടതേ, ക്ലീൻ. ഇനി ഇപ്പോൾ നമുക്ക് സ്റ്റൗവിൻ്റെ മോൾ ഭാഗം വൃത്തിയാക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി കഴുകി വയ്ക്കാവേ. അപ്പോൾ ഇത്രയും ഒരു ഏരിയ നമ്മുടെ കവറായി കിട്ടും. അപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്തു. ഇനി ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കണം ഇതിനകത്തോട്ട്. സോപ്പിട്ട് വാഷ് ചെയ്യുക കേട്ടോ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ടൈലിൻ്റെ ഭാഗവും കൂടി ക്ലീൻ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ സിങ്കിൻ്റെ ഈ സൈഡ് ഭാഗം ഇതുമെല്ലാം ഞാൻ കൃത്യമായിട്ട് ഇതിങ്ങനെ ബ്രഷ് വെച്ച് ഇങ്ങനെ ഉരച്ച് ക്ലീൻ ആക്കാറുണ്ട്. നമ്മുടെ തിന്നർ ഉണ്ടല്ലോ, തിന്നർ ഇട്ടിട്ട് ക്ലീൻ ആക്കിയാലും നല്ലതുപോലെ ക്ലീൻ ആവും കേട്ടോ. ഒരുപാട് ഇടരുത്. ഇതെല്ലാം ഡെയിലി ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയാസ് ആയതുകൊണ്ട് അങ്ങനെ അധികമൊന്നും അഴുക്കില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ആക്കാം. ഇതിൽ നമുക്ക് അങ്ങനെ അധികം നനച്ച് തുടയ്ക്കേണ്ട കാര്യമില്ല. ഒരു 6 മാസം അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ നമുക്ക് ഈ വുഡിൻ്റെ ഐറ്റംസുകൾ മുഴുവനും വുഡ് പോളിഷ് കിട്ടും മേടിക്കാനായിട്ട്. അതെല്ലാം ഒന്ന് മേടിച്ചിട്ട് നമ്മളൊന്ന് തുടച്ച് വെച്ചാൽ ഈ വുഡിൻ്റെ ഐറ്റംസുകളും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ഉള്ളിൽ അതിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം തീർന്ന് കിടപ്പുണ്ട്. അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കാമേ. ഇതാ ഇങ്ങനൊരു എൻ്റെ ഗ്ലാസ് കാണിച്ചോടി.
ഇത് കണ്ടോ, എൻ്റെ അത് തുറന്ന് അതിൻ്റെ ആവി അടിച്ചിട്ട് അത് കണ്ടോ. നല്ല ചൂടുണ്ടാവും കേട്ടോ വെള്ളത്തിന്. നമുക്ക് ഇതിങ്ങ് മാറ്റാം. എന്നിട്ട് ഇത് ഓരോന്നും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അഴിച്ച് മാറ്റാം കേട്ടോ. ഞാൻ ഇതെല്ലാം ഇങ്ങനെ എടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഓണാക്കണം. അതൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓണാക്കിയാലും മതി. ഇത് ഞാൻ ഊരിയെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തിരിച്ചാൽ ഇതിങ്ങനെ ഊരി കിട്ടും. ഇതിൻ്റെ ഉള്ളിലായിരിക്കും അഴുക്കുണ്ടാവുക, മനസ്സിലായോ? ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടാവും. ഇത് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് കുറച്ചും കൂടി അഴുക്കിരിക്കുന്നുണ്ട്. അത് ഇനി ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവേണ്ട ഒരു ഐറ്റമാണ് ഇത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ബ്രഷിൻ്റെ സെറ്റ്. ഇത് ആമസോണിലൊക്കെ ഇപ്പം മേടിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ഒരു ബ്രഷിൻ്റെ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഏരിയകൾ ചെല്ലാൻ വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഏരിയകളും കാര്യങ്ങളും എല്ലാം നല്ലപോലെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മളിതിങ്ങനെ ലോക്ക് ചെയ്യാം. ഓക്കെ, പണി കഴിഞ്ഞു. ഇപ്പം നമുക്കിത് തിരിച്ച് ഇത് ഞാൻ വാഷ് ചെയ്ത് വെച്ച ക്ലോത്താണ്. ഇനി നമുക്കിതിൻ്റെ ഈ ചുറ്റുഭാഗമൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. ശരിക്കും ഡിഷ് വാഷർ ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറന്ന് വെക്കുന്നത് നല്ലതാട്ടോ. ഞങ്ങളുടെ കിച്ചൺ ഉണ്ടല്ലോ, ചുമ്മാ ജസ്റ്റ് ഒന്ന് തുടച്ച് വിട്ടാലും ഇതുപോലെ തന്നെ ക്ലീനായിട്ട് കിടക്കും. കാരണം അധികം നമ്മൾ അഴുക്കുകൾ കാണുന്നില്ല. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ് ശരിക്കും അഴുക്കുകൾ കാണാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ അടുത്ത് മറ്റേ ഗ്രാനി സ്ക്വയറിൻ്റെ വലിയൊരു ത്രോ ചെയ്ത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞത് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. ഞാനിനി എൻ്റെ പുതിയ ക്രൂശ് വർക്കുകൾ കാണിച്ചു തരാവേ. വാ. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് പുതിയതായിട്ട് ചെയ്ത ത്രോ കേട്ടോ. ഇത് ചെയ്ത് തീർന്ന പ്രൊജക്റ്റ് ഒന്ന് കാണിക്കാവോ ചേച്ചി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാ ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡും ഈ സൈഡ് ഇടും, ഈ സൈഡും നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ. രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതാണ് നമ്മൾ ത്രോ ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ക്യാപ്പാണ്. അതായത് കണ്ടോ, ഇത് ഞാൻ ഹന്നയ്ക്ക് വേണ്ടി ഇത് ചെയ്ത് തീർന്നു. ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, അധികം താമസിക്കാണ്ട് തന്നെ. പിന്നെ ഒന്ന് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ടോപ്പ് ചെയ്യുന്നതാണ്, ലൂസ് ടോപ്പ്. അതിൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ത്രെഡ് തീർന്നു പോയി. പിന്നെ വേറെ ഒരു ഇത് കണ്ടോ, വേറെ ഒരു എന്താ പറയുക സ്കാർഫ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ
2-3 ഐറ്റംസുകൾ അവിടെ ഇവിടെ ഉണ്ടാവും. പിന്നെ എൻ്റെ വർക്കിംഗ് ടേബിളിലുണ്ടാവും വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3-4 വർക്ക് ഒരുമിച്ചാട്ടോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രൊജക്റ്റുകളും ചെയ്യാനായിട്ടും തീരാനായിട്ടും സമയമെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമ്മുടെ ക്ലീനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.